നമസ്കാരം. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ഞാനിപ്പോ ഒരു വാർത്ത സത്യം പറഞ്ഞാല് നാട്ടില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞൊന്നും അല്ല ജീവിച്ചു പോകുന്നത്. ചെറിയൊരു പിണക്കം പോലും ഇല്ലാതെ ജീവിക്കാത്ത ഒരു കുടുംബങ്ങളും ഈ ലോകത്ത് തന്നെ ഇല്ല. അപ്പോ ഞാൻ ഈ വാർത്ത കാണുന്നത് രാവിലെ ഇപ്പൊ ഒരു 1, 2 മണിക്കൂറായി. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി പറയാതിരിക്കുന്നതിന്റെ ഒരു സ്ട്രെസ് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഉപദ്രവിക്കുന്നവരുണ്ട്. അല്ലെങ്കില് പല രീതിയിലുള്ള ഉപദ്രവം ഉണ്ടല്ലോ. എന്തായാലും നമുക്കതിനെ കുറിച്ച് വിശദമാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഭാര്യയും ഭർത്താവും തമ്മില് യാത്ര ചെയ്യുന്ന കാറ് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ട് വൈഫിനാണ് കുറച്ച് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അത് ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വല്ല ശാരീരികമായിട്ട് പ്രശ്നങ്ങളോ അസുഖങ്ങളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ സമയത്ത് അവർക്ക് സ്വന്തമാണ് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ കരുതി ഹോസ്പിറ്റലിൽ എത്തിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് സഞ്ചരിക്കുന്ന കാറ് ആക്സിഡന്റ് ആകുന്നു. ഭർത്താവ് അവിടുന്ന് തടിതെപ്പി. തടിതെപ്പിയെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് കുറച്ച് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ എഴുന്നേൽപ്പിച്ചിരുത്താനോ ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം മുങ്ങിക്കളഞ്ഞു. അപ്പൊ പോലീസ് രാവിലെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിലാക്കി. ഇത് ഇടുക്കി ഉപ്പുതറയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞു. അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന് പോലീസിന് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഉണ്ടാക്കാനായിട്ട് എന്തായാലും ചാൻസ് ഇല്ല. കാരണം ഭർത്താവ് നല്ല മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ഈ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നേരെ കൊടുക്കാൻ പോലും അറിയത്തില്ല. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോ സ്പോട്ടിൽ പൊക്കിയതാണെന്നുള്ളത് കറക്റ്റാണ്. അദ്ദേഹം മുങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്തി. അപ്പോ സ്ത്രീയുടെ അല്ലെങ്കിൽ വൈഫിന്റെ ഈ ഭാര്യയുടെ അവസ്ഥയാണ് വളരെ പരിതാപകരമായിട്ടുള്ളത്. അവർക്ക് ഇതുവരെ ബോഡി സ്റ്റഡി ആയിട്ടില്ല. അവർക്ക് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യ നിലയിൽ വന്നിട്ടില്ല. എന്ത് തന്നെയായാലും ഉടൻ തന്നെ ഈ ഭാര്യയ്ക്ക് അവരുടെ ശാരീരികക്ഷമത വീണ്ടെടുത്ത് അവർക്ക് സംസാരിക്കാനുള്ള ഒരവസ്ഥ വരുമ്പോഴത്തേക്കും ഭർത്താവിന് കിട്ടേണ്ടതെല്ലാം കിട്ടും. ഇനി ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താവാണ്. ഭർത്താവ് ഇങ്ങനെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഭാര്യ ഇനിയിപ്പോൾ ഭർത്താവിനെതിരെ സംസാരിക്കാനും നിൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് സ്വാഭാവികമായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ അവർക്ക് പരാതിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ സംഭവിക്കാം. അങ്ങനെയും വരാം. അപ്പോൾ സപ്പോസ് ചിലപ്പോ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാനോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭർത്താവിൽ നിന്ന് മാറി നിന്ന് മാത്രമേ ഇവർക്ക് കേസ് നടത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു വാർത്ത കേട്ടിട്ട് കാരണം ഇത് ഇവർ ഉപേക്ഷിച്ച് പോയി. ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വൈരാഗ്യം വന്ന് ഉപേക്ഷിച്ച് പോയെന്ന് തന്നെ കരുതിക്കോളും. പിന്നീട് ഈ സ്ത്രീ മരിച്ചു എന്നുള്ളൊരു വാർത്ത അറിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ ആ സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് നോർമലി ചിന്തിക്കാനുള്ള കഴിവില്ലെങ്കിലും പിന്നീട് ലെവല് വരുമ്പോഴത്തേക്കും, അതായത് സ്വാഭാവികമായിട്ട് ഓർമ്മയെല്ലാം ജനുവൽ ആവുന്ന സമയത്ത് ആയിരിക്കും ഇദ്ദേഹം കരുതുക, ഞാൻ എന്തുമാത്രം വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നമ്മുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മളെ തളർത്തുന്ന ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. കാരണം ഓക്കെ, വൈരാഗ്യമാണ് ചിലപ്പം, അത് ഈ രീതിയിലല്ല നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതിന് മാർഗങ്ങൾ പല രീതിയിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ ചിലപ്പം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ കൂടെയുള്ള പാർട്ട്ണറെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും അത് ചെയ്യരുത്. ചെയ്താൽ ആ ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് അത് ഭവിഷ്യത്ത് വരിക. കാരണം നമുക്ക് പിന്നീട് ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മകളായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കേസിന്റെ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ പോലീസിന്റെ കൈകളിലാണ്. അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുരേഷും ഭാര്യയും കാറിൽ സഞ്ചരിക്കവേ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട
അപകടത്തിൽ പരിക്കേറ്റ ഭാര്യയെ ഉപേക്ഷിച്ച് സുരേഷ് പോയെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെയാണ് കാറിൽ നിന്ന് സ്ത്രീ കുടുങ്ങിക്കിടക്കുന്ന കാര്യം മറ്റുള്ളവർ അറിയുന്നത്. ഇവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരേഷും അപകടത്തിൽപ്പെട്ട സ്ത്രീയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ഭാര്യ സ്റ്റിയറിംഗിൽ പിടിച്ച് വലിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ഇയാളുടെ മൊഴി പോലീസിന് ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നോർമലി ഇദ്ദേഹം ചോദ്യം ചെയ്യുന്ന സമയത്തും മദ്യത്തിന്റെ ആ ലക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ നമുക്കൊരു പിന്നെ ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഈ മദ്യലഹരി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വന്നേനെ. അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. അപകടനില തരണം ചെയ്താലേ ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടാനാവും. ഇത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതറയിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.